എപ്പോഴും ഞാൻ തന്റെ റൂമിലേക്കല്ലേ വരാറ്. ഇന്ന് താൻ എന്റെ റൂമിലേക്ക് വന്നല്ലോ. താങ്ക് യു ആവിനി. ഡോർ അടച്ചതല്ലേ, ഇങ്ങോട്ടാരും വരില്ലെന്നേ. ഒന്നും തരാനും ഇവിടെ നിന്ന് കൊണ്ടുപോകാനും വേണ്ടി വന്നതല്ല ഞാൻ. ഒരു വലിയ പ്രശ്നം വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. എന്താടോ പറ്റിയേ? നിഹാരിക അവളുടെ അമ്മയുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നറിയോ? ഞങ്ങളുടെ കല്യാണത്തിന് പെട്ടെന്ന് മുഹൂർത്തം നോക്കാനുള്ള വഴി നോക്ക്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ മകളെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകും, വേറെ കല്യാണം നോക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്ത്. നേരം വെളുക്കുമ്പോഴേക്കും നിഹാരികയുടെ പ്ലാനൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അവളുടെ പേരൻസ് ഇങ്ങോട്ട് വരും. അവരുടെ ഭീഷണി കേട്ട അച്ഛനും അമ്മയും തീർച്ചയായിട്ടും പേടിക്കുവേട്ടാ. മുഹൂർത്തം നോക്കാൻ വേണ്ടിയുള്ള പരക്കം പാസിൽ തുടങ്ങും. നിഹാരിക എന്തോ ഒന്ന് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ ഒരു മുൻകരുതൽ എടുക്കുന്നത്, അച്ഛനെ അമ്മയെ ബുദ്ധിമുട്ടാക്കുന്നത്. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ടേട്ടാ. ഈ താലി കഴുത്തിലും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളിടത്തോളം കാലവും താൻ പേടിക്കേണ്ട അവനി. ഇനി അഥവാ അറിയാതെ എങ്ങാനും സാഹചര്യങ്ങൾ നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിച്ച് ഏതെങ്കിലും കല്യാണ മണ്ഡപത്തില് താലി കെട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുവാണെങ്കിൽ അന്ന് ഞാൻ തനിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങും. മരുമകളായിട്ടല്ലാതെ ആവനിയായിട്ട് അതിഥിയായിട്ട് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് അന്ന് തൊട്ട് ഈ ദിവസം വരേക്കും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇതേ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ജീവിച്ചത്. എല്ലാവരുടെയും കൺമുന്നില് ഇനി എത്ര കാലം ഇങ്ങനെ അജ്ഞാതമായിട്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഭയപ്പെടാതിരിക്കെ. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലേട്ടാ. നമ്മുടെ അമ്മേനെയും അച്ഛനെയും ആയുധമായിട്ട് പ്രയോഗിക്കുന്നത്. വെളുക്കുമ്പോഴേക്കും എന്റെ അവസ്ഥ എന്തായിട്ട് മാറും? വികാസ് അറിയാതെ നമ്മൾ വന്നത്. നിഹാരിക പറഞ്ഞതുപോലെ കല്യാണ മുഹൂർത്തം നമുക്ക് ഉറപ്പിച്ചിട്ട് പോകാം. ശരി, വാ. വരൂ വരൂ. നിഹാരിക, നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. വേദവതി അമ്മയോട് സംസാരിക്കണം. അമ്മേ, ബന്ധുക്കളൊക്കെ ദേ എത്തിയിട്ടുണ്ട്. നമസ്കാരം ഗൗതമി. നമസ്കാരം ചേട്ടാ. നിങ്ങൾ ഇരിക്കെ. ഇരുന്നോളൂ. എന്താ ഡാഡി ഒരു സഡൻ സർപ്രൈസ്? ശ്രീകണ്ഠ അമ്മയോട് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി വന്നാ മോളെ. ഇരുന്നോളൂ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ഗൗതമി? നന്നായിരിക്കുന്നു. വസന്ത, കോഫി ഒന്നും വേണ്ടെന്നേ, ക്ലാരിറ്റിയാണ് വേണ്ടത്. ആഹാ, ഇവര് നല്ല പ്രാസ ഒപ്പിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാ വന്നേ, കൂടുതൽ തമാശ ഒന്നും വേണ്ട പൃഥ്വിരാജ്. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. കാര്യം എന്താന്ന് പറഞ്ഞോളൂ. ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ ചെയ്യാത്ത സാഹസം ചെയ്ത ഞങ്ങളുടെ മോളെ ഈ വീട്ടിൽ നിർത്തിയത്. ചടങ്ങുകളുടെ കാര്യത്തില് നിങ്ങൾ നടത്തേണ്ട പരീക്ഷണങ്ങളെല്ലാം നടത്തി, അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു. ശരിയല്ലേ? അതുള്ളതാ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ശ്രീകറിന്റെയും നിഹാരികയുടെയും കല്യാണ മുഹൂർത്തം അർജന്റായിട്ട് തീരുമാനിക്കണം. പണിക്കരോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇനി എത്ര കാലം? സമയം അനുകൂലമായിട്ട് വരണ്ടേ? എന്നാ ഞങ്ങൾ ഞങ്ങളുടെ നിഹാരികയെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അവൾക്ക് വേറെ ആലോചന നോക്കിക്കൊള്ളാം. എന്താ അമ്മ ഈ പറയുന്നത്? എന്തിനിങ്ങനെ ഓരോന്ന് പറയുന്നേ? നിനക്കൊന്നും അറിയില്ല, നീ മിണ്ടരുത്. ഇത്രയൊക്കെ ആലോചിക്കുന്നത് എന്തിനാ ഗൗതമി?
നാളെ എന്തെങ്കിലും പ്രശ്നം വന്ന് നിങ്ങൾ ഇവളെ വേണ്ടെന്ന് പറഞ്ഞാ ഇവളുടെ ഭാവി എന്താകും? അവള് ശ്രീകരന്റെ തോളി കൈയിട്ട് നടക്കുമായിരുന്നു എന്ന് ഓരോരുത്തർ പറഞ്ഞു വരുത്തിയാൽ പിന്നെ അവളെ ആര് കല്യാണം കഴിക്കും? അത്രയ്ക്കും പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ കല്യാണം ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. ശ്രീകർ, എന്താടാ നീ പറഞ്ഞേ? അതങ്ങനെയല്ല അച്ഛ. വായടക്കടാ. ശ്രീകർ സാർ ഇപ്പൊ പറഞ്ഞതില് എന്തെങ്കിലും ഒരു തെറ്റൊന്നും ഇല്ലേ? പിന്നെ നല്ല മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിലങ്ങ് നടത്തിയ വലിയ അനിഷ്ടം ഉണ്ടാവില്ലേ? ഈ വീട്ടിലെ കാര്യങ്ങളിൽ എന്ത് അവകാശം ഉണ്ടായിട്ടാ നീ ഇടയ്ക്ക് തലയിടാൻ വേണ്ടി വരുന്നേ? സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ടാ തലയിൽ കയറി ഇരിക്കുന്നെ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഗൗതമി ചോദിച്ചതിൽ ന്യായമുണ്ട്. ഗൗതമി, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നാളെ തന്നെ പണിക്കരോട് സംസാരിച്ച് നിങ്ങളോട് ശുഭവാർത്ത അറിയിക്കാം. പെട്ടെന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞാ വലിയൊരു പ്രശ്നം തീർന്നു കിട്ടും. എക്സ്ക്യൂസ് മീ. തീരുമാനമായി കിട്ടി. എല്ലാവർക്കും നമസ്കാരം. മോൻ ആരാണാവോ? I am Vikas, alias Vicky. Born in India, settled in Dubai. So what? നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. നീ വാമോനെ. ഗൗതമി, നിനക്കറിയോ? അങ്ങനെ ചോദിച്ചാ അത് പിന്നെ You don't worry, sister. I will introduce myself. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൗതമിയുടെ കൂടെ പിറന്ന അനിയനാണ്. ആണോ ഗൗതമി? ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സന്ദർഭം കിട്ടാത്തത് കൊണ്ട് പറയാഞ്ഞതാ. വികാസ്, ഇപ്പൊ നമുക്ക് പോകാം, വാ. നമുക്ക് മറ്റൊരു സിറ്റുവേഷനിൽ വേറൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം. നിങ്ങളിപ്പോ പൊയ്ക്കോ വിക്കി. ഞാൻ ഇവിടം വരെ ഫോളോ ചെയ്ത് വന്നെങ്കിൽ വെറുതെ മുഖം കാണിച്ച് പരിചയപ്പെടുത്തി തിരിച്ചു പോകുമെന്ന് കരുതിയോ നിഹ? നിഹായോ? ചെല്ലപ്പേരാ? എന്റെ ഭാവി ഭാര്യയെ ഞാനിങ്ങനെ ചെല്ലപ്പേരൊക്കെ ഇട്ടാ വിളിക്കാറ്. ഇവിടുത്തെ ഭാവി മരുമകളെ നിന്റെ ഭാവി ഭാര്യ എന്ന് പറയുന്നത് എന്താ? ഇതിപ്പോ ഇതുവരെയുള്ള പ്രശ്നം പോരെ, ഇവനിപ്പോ എവിടുന്നാണോ പൊട്ടിമുളച്ച് വന്നത്? നിങ്ങളൊരു 2 മിനിറ്റ് സൈലന്റ് ആയി നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അമ്മേ, അമ്മ വികാസ് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. വാ തുറക്കരുത്. വേദവതി അമ്മേ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാ ഞാൻ വന്നത്.
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ദുബായിലേക്ക് പോയി സെറ്റിലായി. എന്റെ ചേച്ചിക്കും അളിയനും കോടിക്കണക്കിന് പണം അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു കൊടുത്ത പൈസ കൊണ്ട് എന്റെ അളിയൻ ബിസിനസ് ഒക്കെ ചെയ്ത് ഒരുപാട് സമ്പാദിച്ചു. പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നോ, നിഹാരികയെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് ചെറിയ പ്രായത്തിലെ ഇവരെനിക്ക് വാക്ക് തന്നതാ. ഇപ്പൊ ആ വാക്ക് തെറ്റിച്ച് നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നു. നിങ്ങളെയും എന്നെയും ദാരുണമായി പറ്റിച്ചോണ്ടിരിക്കുക. നിങ്ങളെയൊക്കെ വഞ്ചിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞു തീർന്നോ? അതോ പറയാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? നീ പറയുന്നതൊക്കെ എന്റെ അമ്മ വിശ്വസിക്കുന്നതാണോ കരുതിയേ? അവനെന്തോ പറയുന്നുണ്ടല്ലോ, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വിശ്വസിക്കോ? യെസ്, എക്സാക്ട്ലി. ആ പോയിന്റിലേക്കാ ഞാൻ വരുന്നത്. നിഹാരിക പറഞ്ഞ പോലെ ഞാനീ പറയുന്നതിനൊക്കെ എവിഡൻസ് ആവശ്യമില്ലേ? ഓക്കെ, ഐ വിൽ ഷോ യു. ആചാരങ്ങൾ സാരി ഉടുപ്പിച്ച നിഹാരികയെ പോലെ ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. സമ്പ്രദായം എങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് നിങ്ങൾ കണ്ടോ? സി, ഇതാണ് സമ്പ്രദായം. എല്ലാരും കണ്ടു കഴിഞ്ഞല്ലോ. പബ് കൾച്ചറിൽ മുങ്ങിക്കുളിക്കുന്ന നിഹാരിക ഈ വീട്ടിൽ നല്ല അടക്കമുള്ള പെണ്ണായിട്ട് അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇതിനൊക്കെ വലിയ തെളിവ് വേണോ? വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പബ്ബിൽ നിന്ന് CCTV ഫുട്ടേജ് എടുത്ത് കാണിച്ചു തരാം. തീരുമാനമായി, മൊത്തം തീരുമാനമായി. നിഹാരികയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇങ്ങനെയൊക്കെ മനുഷ്യരെ പറ്റിക്കാൻ കഴിയൂ? നിഹാരികയുടെ സ്വഭാവം ഇത് തന്നെയാന്ന് എനിക്കും അവനിക്കും നേരത്തെ തന്നെ അറിയായിരുന്നു അമ്മേ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ആരും ശരിയായി എടുക്കില്ലല്ലോ. നിഹാരിക അവളുടെ തെറ്റ് അംഗീകരിച്ച് നിങ്ങളോട് ക്ഷമാപണം നടത്തി വീട്ടിൽ നിന്നും പോകണമെന്നേ കരുതിയുള്ളൂ. അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ ഞാൻ പറയായിരുന്നു. ഇങ്ങനൊരാൾ ഈ വീട്ടില് ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. പിടിച്ച് പുറത്താക്കവളെ. അമ്മേ, അങ്ങനെ എന്നെ വിളിക്കാനുള്ള അർഹത നിനക്കില്ല. എനിക്ക് ശ്രീകരേട്ടൻ എന്റെ പ്രാണന. അദ്ദേഹത്തെ എനിക്ക് തന്ന കല്യാണം നടത്തിക്കൂടെ? അത് നടക്കില്ല. എളുപ്പത്തിൽ ഞങ്ങളുടെ നിഹാരികയെ പോലെ ജാതകം ചേർന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. അവരുടെ രണ്ടിന്റെ കല്യാണം നടത്തൂ നിങ്ങൾ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനി എങ്ങനെ നടത്തും? ഒന്ന് മനസ്സിലാക്കണം വേദവതി അമ്മേ. ഇനി എന്താ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ചെയ്ത തെറ്റായ കാര്യങ്ങള് കൺമുന്നിൽ ഇങ്ങനെ വ്യക്തമായി കണ്ടതിന് ശേഷവും മരുമകളാക്കിയിട്ട് വംശാഭിമാനം നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. മര്യാദയ്ക്ക് എല്ലാവരും പുറത്തേക്ക് പോ. മോളെ അവനെ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതല്ലേ, പിടിച്ച് പുറത്താക്കും മോളെ. വിടാൻ. നിഹ, മോളെ, മോളെ, മോളെ നിഹാരിക.
ഗൗതമി എന്തു പറ്റി? വികാസില്ലേ വേദവതി അമ്മയുടെ വീട് മനസ്സിലാക്കിയിട്ട് നിഹാരികയെ കുറിച്ച് എല്ലാം പറയുന്നത് പോലെയും ആ ആവനെ കൊണ്ട് നിഹാരികയെ വേദവതി അമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പോലെയും സ്വപ്നം കണ്ടതാ ഏട്ടാ. നിഹാരിക പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ പോയി സംസാരിക്കുമ്പോ അങ്ങോട്ടേക്ക് എന്റെ അനിയൻ വന്നാലോ? മംഗളഗൗരി വ്രതത്തിനന്ന് വികാസ് നമ്മളെ ഫോളോ ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്തായാലും നമുക്കൊരു മുൻകരുതലുണ്ടല്ലോ. അത് ഉറപ്പാണോ ഏട്ടാ? ഉറപ്പാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിഹാരിക ഏട്ടാ 5 മിനിറ്റിനകം അവിടെ എത്തുമെന്ന് പറ. ഹലോ, എവിടെയാ ഉള്ളത്? ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഈ നേരം കൊണ്ട് നിങ്ങൾ ഇവിടെ വീട്ടിലെത്തണമായിരുന്നല്ലോ. മുഹൂർത്തത്തെ കുറിച്ച് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തണമായിരുന്നു. ഞാനെത്ര ടെൻഷനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തോ ഹൗസ് വാമിങ്ങിന് പോകുന്ന പോലെ സമാധാനത്തിൽ അങ്ങ് ഇറങ്ങിയതാ. നിന്റെ ടെൻഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. എന്തുപറ്റി? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ വികാസ് ഞങ്ങൾ പോന്നിടത്തെല്ലാം ഫോളോ ചെയ്യുന്നെന്ന് വല്ലാത്തൊരു ടെൻഷനായിപ്പോ. ആ സാഡിസ്റ്റിന്റെ കണ്ണിൽ പെടാതെയല്ലേ പുറപ്പെട്ടെ? ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ശരി, ബൈ. ഏട്ടാ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കിയേ, എന്റെ നെഞ്ചു വല്ലാതെ ഇടിക്കുന്നു. വികാസ് ഇവിടെ ഒന്നുമില്ല. ഡോണ്ട് വറി. ശരി ഏട്ടാ. തിന്മയെ വിശ്വസിക്കുന്ന അത്ര എളുപ്പത്തില് നന്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ലോകത്തിലാ ജീവിക്കുന്നത്. നിഹാരികയെ പോലുള്ളവര് ധർമ്മം തെറ്റിക്കുകയാണ്. അവരുടെ സ്വാർത്ഥത മാത്രമേ ഇവര് നോക്കുന്നുള്ളൂ. അവസരങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് കൊണ്ട് മാത്രം അവസാനത്തെ അസ്ത്രമായി കല്യാണ മുഹൂർത്തം എന്ന ചിന്തയെ അവളുടെ അച്ഛനും അമ്മയും വഴി അവളിവിടെ അറിയിക്കാൻ പോവാണ്. അതിൽ നിഹാരിക വിജയിച്ചു കഴിഞ്ഞ എനിക്കൊരു വലിയ പരീക്ഷണം നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. എനിക്കൊരേ ഒരു സ്വാർത്ഥതയുള്ളൂ. എന്നെ താലി കെട്ടിയ ഭർത്താവ് എന്നിൽ നിന്നും അകന്നു പോകാൻ പാടില്ല. നിഹാരികയുടെ ആട്ടം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടതൊന്ന് ചെയ്യ. നിഹാരികയുടെ നിജസ്വരൂപം പെട്ടെന്ന് പുറത്തറിയാൻ വേണ്ടുന്നത് ചെയ്ത് എന്നോട് ന്യായം കാണിക്കുന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ. എന്റെ പ്രാർത്ഥന കേൾക്കണം, എന്നോട് കരുണ കാണിക്കണം. മാങ്ങയുള്ള മരത്തിലെ ആളുകൾ കല്ലെറിയാറുള്ളൂ. അതുപോലെ നല്ല മനുഷ്യരെ മാത്രമേ ആൾക്കാർ വേട്ടയാടുള്ളൂ. ആളുകൾ പറയുന്നതൊന്നും ശാശ്വതമായിരിക്കില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് മുൻപുള്ള പരീക്ഷണങ്ങളാന്ന് വെച്ചേക്ക്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബന്ധം അതാരും തകർക്കില്ലടോ. തൻ്റെ നല്ല മനസ്സിനോട് ദൈവം ഒരിക്കലും അനീതി കാണിക്കില്ല. താൻ സങ്കടപ്പെടാതിരിക്കെ. താൻ ആപത്തിൽ പെടുന്ന ഓരോ സമയങ്ങളിലും തന്നെ ഈ താലി എന്നും സംരക്ഷിക്കാറുള്ളതല്ലടോ. ഇപ്പോഴും അതേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക്. നിഹാരികയുടെ നീചസ്വരൂപം പുറത്തു കാണിച്ച് അവളുടെ ദുഷ്ടതരം പുറത്തു കാണിക്കുന്ന അവസ്ഥ അതിന് ആരംഭം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റുപ്പിഡ്, ഒന്ന് വേഗം എടുക്കണം. ചേച്ചി അളിയനും ഞാനറിയാതെ എങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ സംതിങ് ഈസ് റോങ്. എന്തോ സംഭവിക്കുന്നുണ്ട്. ഡാ, ഹലോ വികാസ്, നിഹാരികയെ കുറിച്ചുള്ള എൻക്വയറീസ് എവിടം വരെയായി? ഇപ്പോഴാണ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തത്. ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ, നീ വിളിച്ചല്ലോ. ചുറ്റി വളക്കാതെ നീ ആദ്യം കാര്യം എന്താണെന്ന് പറ. നിഹാരിക എവിടെയുള്ളേ? വേദവതി അമ്മയുടെ വീട്ടില്. വേദവതിയോ? അതാരാ? ടൗണിൽ അവരുടെ പേര് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അവൾ അവിടെ എത്തിയത് എങ്ങനെയാ? വേദവതിയുടെ രണ്ടാമത്തെ മകൻ ശ്രീകർ അവളെ കല്യാണം കഴിക്കാൻ പോവാ.
വാട്ട്? എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാ. ഡാ ഡാ ഇങ്ങനെ പറഞ്ഞു ഞെട്ടിക്കാതടാ. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അഡ്രസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നിന്നോട് പറഞ്ഞു. ഓക്കെ അല്ലേ? വലിയ ഹെൽപ്പാ നീ ചെയ്തേ. താങ്ക്സ്. ദുബായിലുള്ളവരെ വിറപ്പിച്ചവനാ ഞാൻ. എന്റെ മുതുകത്ത് കുത്താൻ നോക്കുന്നോ? ശരിയാക്കി തരാം.